ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീ ഇലക്ട്രോൺ തിയറിയാണ് പഠിച്ചത്. ഫ്രീ ഇലക്ട്രോൺ തിയറിക്കകത്ത് എന്തായിരുന്നു പറഞ്ഞത്? ഒരു മെറ്റൽ ലാറ്റിസിനകത്ത് മെറ്റൽ ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കുന്ന ആ ഇലക്ട്രോൺസ് ഇതിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജിനകത്ത് എംബേർഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണെന്ന് പറഞ്ഞു. ഈ ഫ്രീ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, പക്ഷേ ഇവരൊന്നും റിപ്പൽഷൻ ഉണ്ടാകില്ല, ഈ ബൗണ്ടറിക്ക് പുറത്തേക്ക് പോകില്ല. അത് വെച്ച് നമ്മൾ കുറേ പ്രോപ്പർട്ടീസൊക്കെ എക്സ്പ്രസ് ചെയ്തു. ഇനി പക്ഷെ അവിടെ നമുക്ക് കുറേ ഡ്രോബാക്കുകളൊക്കെ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. അതിൽ എല്ലാം മെറ്റൽസും കണ്ടക്ടർ എല്ലാം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അതിൻ്റെ എനർജി പ്രോപ്പറായിട്ട് പറയാൻ പറ്റിയില്ല, സ്പെസിഫിക് ഹീറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ ലിമിറ്റേഷനൊക്കെ ഉണ്ട്. വേറൊരു തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്. ഈ വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എല്ലാം ഡ്രോബാക്കും മോഡിഫൈ ആണ്. അല്ലാതെ വേറൊരു തിയറി, ആ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലിനൻസ് പോളിംഗ് എന്നുള്ള സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിഥിയം വെച്ചിട്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ സെർട്ടൻ യൂണിവാലന്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിഥിയം ഒരു ഇലക്ട്രോണിനെ എടുത്തിട്ട് Li+ ആയിട്ട് മാറുന്നു, +1 ഇലക്ട്രോൺ. അതാണ് യൂണിവാലന്റ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്ന ഡയാറ്റമിക് മോളിക്യൂളായിട്ട് ഇൻ വേപ്പർ ഫേസിനകത്ത് മാറും. ഇപ്പോൾ യൂണിവാലന്റ് ലിഥിയം Li2+ ആയിട്ട് വേപ്പർ സ്റ്റേറ്റിനകത്ത് മാറുന്നു. അപ്പം അങ്ങനെ മാറുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് നേച്ചർ ആയിരിക്കും. ഇത് സോളിഡ് സ്റ്റേറ്റിനകത്തും ഈ VB തിയറി പ്രകാരം ഇങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. അസ്യൂം ദാറ്റ് സച്ച് ബോണ്ടിങ് ഓപ്പറേറ്റ് ഓൾസോ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഇനി അപ്പോൾ ഈ ലിഥിയത്തിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ യൂണിവാലന്റ് ആണ്, ഒരു ഇലക്ട്രോണിനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മെറ്റൽ ലാറ്റിസ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ പറഞ്ഞു ഒരു ലിഥിയം ആറ്റം ഇഷ്ടംപോലെ ലിഥിയാറ്റങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കണേണ്. അപ്പം അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാനുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് നൈബറിങ് ആയിട്ടുള്ള ആറ്റങ്ങളായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു കോവാലന്റ് നേച്ചർ വെച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ പറയുന്ന ഒരു റെസനൻസ് അവിടെ നടക്കുന്നുണ്ട്. ആ റെസനൻസിനകത്ത് എന്ത് നടക്കുന്നു, അയോൺസും കൂടി ഇൻവോൾവ് ചെയ്യുന്നു. ആ റെസനൻസ് ഈസ് അസ്യൂംഡ് ടു ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ സോളിഡ് ബിറ്റ്വീൻ സ്ട്രക്ചേഴ്സ് ഇൻ വിച്ച് അയോൺസ് ആർ ഓൾസോ ഇൻവോൾവ്ഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കോവാലന്റ് നേച്ചർ പറഞ്ഞാൽ ഇവിടെ ഒരു അയോണും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെസനൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് അയോണിക് കോവാലന്റ് റെസനൻസ് ആണ്. ലിഥിയത്തിന്റെ കേസിനകത്ത് അയോണിക് കോവാലന്റ് റെസനൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പിക്ചറൈസേഷൻ ആയിട്ടാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഇപ്പോൾ രണ്ട് ലിഥിയാറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ട് കോവാലന്റ് നേച്ചറായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇതിങ്ങനെ നിൽക്കുന്നു, ഇതിങ്ങനെ നിൽക്കുന്നു, ഇതിങ്ങനെ നിൽക്കുന്നു. പക്ഷെ നമുക്കിവിടെ എന്താ വെച്ചാൽ ഇവർ തമ്മിൽ കണക്ഷനില്ല, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കണക്ഷനില്ല. ആ ഒരു കണക്ഷൻ നമുക്ക് ഈ കോവാലന്റ് നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് അയോണിക് കോവാലന്റ് റെസനൻസ് എന്ന് പറയുന്നത്. അയോണിക് കോവാലന്റ് റെസനൻസ്. ഈ അയോണിക് കോവാലന്റ് റെസനൻസിനകത്ത് നിന്ന് അയോൺസ് ഉണ്ടാവും, കോവാലന്റ് നേച്ചർ ഉണ്ടാവും. അപ്പോൾ അയോൺസ് ഫോം ചെയ്യുന്ന എങ്ങനെ, ഒരു ലിഥിയമാറ്റം അതിന്റെ ഇലക്ട്രോണുകളെ കൊടുത്തിട്ട് Li+ ആയിട്ട് മാറുന്ന പ്ലസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ എന്ന് ചെയ്യുന്ന അടുത്ത ലിഥിയായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ലിഥിയ Li+ ആയിട്ട് നിൽക്കുന്നു, ഇലക്ട്രോൺ കിട്ടിയ ആള് Li- ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെയാണ് അയോൺസുകളായിട്ടാണ്. ഈ അയോൺസും കോവാലന്റ് നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അയോണിക് കോവാലന്റ് റെസനൻസിനകത്ത് എന്ത് പറയണത്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഉണ്ടാകുന്നു. ദെൻ അത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇലക്ട്രോണിനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വേക്കന്റ് ഓർബിറ്റിൽ വേണം. വേക്കന്റ് ഓർബിറ്റിൽ ഉണ്ടായാൽ മാത്രം പോരാ, ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ അയോണിക് കോവാലന്റ് റെസനൻസ് നടക്കുമ്പോഴേക്ക് ഇറ്റ് ഈസ് പോസിബിൾ ബൈ യൂട്ടിലൈസേഷൻ വേക്കന്റ് ഓർബിറ്റിൽ. ഇതിനകത്ത് അയോൺസ് എങ്ങനെ ഉണ്ടാകുന്ന, ഒരു മെറ്റൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് ആകുന്നു, മറ്റൊരു മെറ്റൽ ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജ് ആകുന്നു. ദെൻ ഡൊണേഷൻ അക്സെപ്റ്റ് മെത്തേഡ് വഴി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് വേക്കന്റ് ഓർബിറ്റിൽ വേണം, ദെൻ ഹൈബ്രിഡൈസേഷൻ വേണം. അപ്പോൾ നമുക്ക് ഈ കേസിനകത്ത് നമ്മൾ സ്ട്രക്ചർ 1ഉം 2ഉം കോവാലന്റ് നേച്ചർ മാത്രമാണ്. പക്ഷേ സ്ട്രക്ചർ 3, 4, 5, 6 ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയോണിക് റെസനൻസ് ആണ്. അപ്പോൾ അത് പ്രകാരം ഈ ഫസ്റ്റ് ലിഥിയം അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. അപ്പോൾ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, തന്നെ 1s2 2s1 ആണ് ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ലിഥിയം ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി Li+ ആയിട്ട് മാറുമ്പോൾ ഈ 2s1 എന്നുള്ളത് 0 ആയിട്ട് മാറും. ആ ഇലക്ട്രോണിനെ ആരെടുക്കും, അടുത്ത ലിഥിയത്തിന്റെ വേക്കന്റ് ഓർബിറ്റിലായ 2p എടുക്കും. എന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറി, 1s2 2s1 2p1. അപ്പോൾ ഈ 1s2 2s1 2p1 എന്നുള്ള കോൺഫിഗറേഷൻ ആർക്കാ, Li- കിട്ടുന്നത്. Li+ന്റെ കോൺഫിഗറേഷൻ എന്താ, 1s2 ആയിട്ട് മാത്രമായിട്ട് മാറും.
മൈനസിന്റെ കോൺഫിഗറേഷൻ 1s2 2s1 എഴുതാൻ പറ്റുന്നില്ല, 2s1 ആൻഡ് 2p1 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് രണ്ട് അൺഹൈബ്രിഡൈസ് അല്ലെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള ലിഥിയമായിട്ടായിട്ട് ഷെയർ ചെയ്തിട്ട് അയോണിക് റെസൊണൻസ് ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ ലിഥിയത്തിന്റെ കേസിനകത്ത് ഒരുവിധം നല്ല രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതർ മെറ്റൽസ് വരുമ്പോഴേക്കും ഇത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ലിഥിയത്തിന്റെ കേസിൽ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് പോസിബിൾ സ്ട്രക്ചർ, ഇതുപോലത്തെ സ്ട്രക്ചർ റെസൊണൻറ്റ് സ്ട്രക്ചർ കൂടുന്നതനുസരിച്ച് നമ്മൾ പറയാം എന്ത് ചെയ്യുന്നു, അതിൻ്റെ എനർജി കുറയുന്നു, അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. അപ്പോൾ ലിഥിയത്തിന്റെ കേസിനകത്തൊക്കെ ഒരുവിധം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ അതർ ഹെവി മെറ്റൽസ് വരുമ്പോഴേക്ക് നമ്മൾ ഫസ്റ്റ് പീരീഡും സെക്കൻഡ് പീരീഡിലുള്ള മെറ്റൽസ് ഒക്കെ നടക്കുമ്പോഴേക്ക് നമുക്ക് എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലൊക്കെ വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ശേഷമുള്ള ട്രാൻസിഷൻ മെറ്റൽസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഇൻവോൾവ് n-1d ഇലക്ട്രോൺസും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ns np n-1d ഓർബിറ്റിലും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വേക്കൻ്റ് ഓർ കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ അയോണിക് റെസൊണൻസ്, അയോണിക് കോവാലന്റ് റെസൊണൻസ് വെച്ചിട്ട് നമുക്ക് പല പ്രോപ്പർട്ടീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് അയോണിക് റെസൊണൻസ് അലൗ ദി മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ ടു വേക്കന്റ് ഓർബിറ്റൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റലിനകത്തേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴേക്ക് നമ്മളിവിടെ പറഞ്ഞു, ഈ ലിഥിയം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി ഈ ലിഥിയം ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പോൾ ആ ഫീൽഡ് വരുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ നിന്ന് അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടക്കുന്നതാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം occupied orbital to vacant orbital under the influence of electric field or thermal. That indicates the conductivity, both electrical and thermal. അപ്പോൾ ഇത് ഒരു എക്സ്പ്ലനേഷൻ മാത്രമുള്ള, ഡസ് നോട്ട് പ്രൊവൈഡ് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഓൺ സ്ട്രെങ്ത് ഓഫ് ബോണ്ട് ആൻഡ് മെനി അതർ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലിഥിയം തുടങ്ങിയാൽ ഇങ്ങനെയുള്ള മെറ്റൽസിന് ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ മെറ്റാലിക് ബോണ്ടിനകത്ത് സെക്കൻഡ് 1 ആയിട്ടുള്ള വാലൻസ് ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.